ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ട്രഡീഷണൽ ആയിട്ടുള്ള വിഭവമാണിന്ന്. നാടൻ ഇഞ്ചിക്കറിയാണ്. നല്ല സ്വാദാണ്, ഡൈജഷനും നല്ലതാണ്. 200 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. വലിയ പീസാണ്. ഇഞ്ചി വറുത്തിട്ടാണ് കറി ഉണ്ടാക്കുക. ആദ്യം തൊലി കളയണം. ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് തൊലി കളഞ്ഞെടുക്കാം. ഇനി വട്ടത്തിൽ നുറുക്കാം. കനം കുറച്ച് ഇങ്ങനെ നുറുക്കി വയ്ക്കാം. ആറ് പച്ചമുളകും ചെറുതായിട്ട് നുറുക്കണം. സാധാരണ എരിവുള്ള പച്ചമുളക് മതി. പച്ചമുളക് അരിഞ്ഞു കഴിഞ്ഞു. പുളി ഒരു ചെറിയ നാരങ്ങയുടെ അത്ര എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ കുതിരാൻ വയ്ക്കാം. ചീനച്ചട്ടി ചൂടാവുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി. ഇനി ഇഞ്ചി കഷ്ണങ്ങൾ ഇടാം. മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഇങ്ങനെ വഴറ്റിയെടുക്കണം. ഇഞ്ചി മൊരിഞ്ഞ് വെള്ളമയൊക്കെ പോയിട്ട് ഡ്രൈ ആയി കിട്ടും. അത്ര നേരം വഴറ്റണം. കേരളത്തിൻ്റെ തെക്ക് ഭാഗത്താണ് സാധാരണ ഈ കറി കൂടുതലുണ്ടാക്കുക. എറണാകുളം, തൃശ്ശൂർ അവിടെ നിന്ന് അങ്ങോട്ട് സദ്യക്ക് പുളിയിഞ്ചി വിളമ്പണ പോലെ തെക്ക് പ്രദേശങ്ങളിൽ സദ്യയിൽ വിളമ്പണതാണ് ഇഞ്ചിക്കറി. ഇഞ്ചിയുടെ നിറം മാറി ഒരേ കനത്തിൽ അരിഞ്ഞാൽ മാത്രമേ എല്ലാം ഒരുപോലെ മൊരിഞ്ഞു വരുള്ളൂ. ചിപ്സിന് അരിയണ പോലെ അത്ര തിന്നായിട്ടല്ല, അതുപോലെ വട്ടത്തിൽ സ്ലൈസ് ചെയ്യാണ് വേണ്ടത്. ഇങ്ങനെ വഴറ്റി ഡ്രൈ ആക്കി എടുക്കാനാണ് ഇത്തിരി സമയം വേണ്ടത്. ഇടയ്ക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പിന്നെ കുറച്ചു നമ്മൾ, കാരണം ഇത് വെന്തിട്ട് റോസ്റ്റ് ആവുകയാണ് വേണ്ടത്. ഇപ്പോൾ ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ജലാംശമൊക്കെ പോയി നല്ലോണം ക്രിസ്പിയായി. ഇനി പൊടിച്ചെടുക്കാം. ഓഫ് ചെയ്തിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ എണ്ണയിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോണേ. ഇഞ്ചി ചൂടാറിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇപ്പോൾ തണുക്കാൻ വയ്ക്കാം. പുളി പിഴിഞ്ഞെടുക്കാം. എസൻസൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് വെള്ളത്തിൽ. പിഴിഞ്ഞെടുക്കുക എളുപ്പമാവും. ചൂടുവെള്ളത്തിലിട്ടതുകൊണ്ട് ആദ്യം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ 1.5 കപ്പ് പുളിസത്ത് ഉണ്ടാവും. ഇഞ്ചി ചൂടാറിയിട്ടുണ്ട്. ഇനി മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഒരുപാട് പൊടിയണ്ട, തെരതെരപ്പായിട്ട് പൊടിഞ്ഞാൽ മതി. ഇപ്പോൾ പാകത്തിന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇഞ്ചി മൂപ്പിച്ച എണ്ണയിൽ കടുക് പൊട്ടിക്കാം. പച്ചമുളക് അരിഞ്ഞത് ഒന്ന് വഴന്ന് വരട്ടെ. 2 തണ്ട് കറിവേപ്പില, അതും ഒന്ന് വഴന്ന് വരണം. ഇനി ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ഹീപ്പ് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കഷ്ടി 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 3/4 ടീസ്പൂൺ കായപ്പൊടി നല്ലോണം ഇളക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി പുളി പിഴിഞ്ഞതൊഴിക്കാം. ഇനി ഫ്ലെയിം കൂട്ടാം. മീഡിയത്തിലാക്കാം. പുളി നല്ലോണം കുറുകി വരും. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പുളിയുടെ കുത്തണ ഫ്ലേവറൊക്കെ മാറി പൊടികളുടെ ഒപ്പമൊക്കെ മിക്സായിട്ട് നല്ല മണം വരും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി യോജിപ്പിക്കണം. കുറച്ചും കൂടി കുറുകാനുണ്ട്. പാകത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഇനി 2.5 ടീസ്പൂൺ ശർക്കരപ്പൊടി. പുളിയും ഇഞ്ചിയുടെ ഫ്ലേവറും എരിവും ശർക്കരയുടെ ചെറിയ മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല സ്വാദാണ് ഈ ഇഞ്ചിക്കറിക്ക്. ഇനി ഇഞ്ചി പൊടിച്ചത് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. പുളിയിഞ്ചിയുടെ പോലത്തെ കൺസിസ്റ്റൻസി തന്നെയാണ് ഇതിനും. ഇപ്പം എല്ലാം പാകമായി. ചൂടാറിയ വെള്ളമായി ഒട്ടുമില്ലാണ്ട് ഗ്ലാസ് ജാറിലോ ഭരണിയിലോ ഒക്കെ സൂക്ഷിച്ചാൽ കുറേ ദിവസം കേടുവരില്ല. ഊണിന് നല്ല ചൊടി ഉണ്ടാവും ഇത് കൂട്ടുമ്പോൾ.
സദ്യക്കൊക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കാനും പറ്റും. സദ്യക്ക് മാത്രമല്ല, ഉപ്പിലിട്ടതും ചമ്മന്തിപ്പൊടിയും ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന പോലെ കുറച്ച് ദിവസത്തേക്ക് വേണ്ടി തയ്യാറാക്കി വെക്കാൻ പറ്റിയതാണ് ഈ ഇഞ്ചി കറി. ഇഷ്ടമായ ഓടത്തി കിച്ചൻ ലൈക്ക് ചെയ്യുക. വേറൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. താങ്ക്